ചോറ്റാനിക്കരയിൽ 19-കാരിയെ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. യുവതി മർദ്ദനത്തിന് ഇരയായെന്നും സുഹൃത്ത് കയർ കഴുത്തിൽ കുരുക്കിയെന്നും സംശയമുണ്ട്. പ്രതിക്കെതിരെ ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതിനിടെ യുവതിയുടെ ആൺ സുഹൃത്ത് വീട്ടിലെത്തുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനാണെന്നാണ് സൂചന. ഗുരുതരാവസ്ഥയിലായ പോക്സോ അതിജീവിത സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിശദാംശങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ എത്രത്തോളം പുരോഗതിയുണ്ട്? വിശദാംശങ്ങൾ. ഐശ്വര്യ പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പ്രതി ഈ സ്ഥലത്തെ ഈ വീട്ടിലെ സ്ഥിരം സന്ദർശകരാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ മെമ്പർ അടക്കമുള്ള ആളുകളുണ്ട്. അവർ വ്യക്തമാക്കുന്നത് ഈ സംഭവമായി, അതായത് ഈ പ്രതി സ്ഥിരമായി ഇവിടെ വരുന്നതുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നാട്ടുകാരോട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ, ഭീഷണികളൊക്കെ ഈ പ്രതി മുഴക്കിയിരുന്നു. ആ സമയത്ത് ഏകദേശം ഒരു 3-4 ദിവസം മുൻപ്, ഈ സംഭവം നടക്കുന്നതിന് 3 ദിവസം മുൻപ് ഇവിടുത്തെ നാട്ടുകാരല്ലേ 20 പേരോളം അടങ്ങുന്ന ആളുകൾ ഒരു മാസ് പെറ്റീഷൻ പോലീസിന് പരാതി പോലീസിൽ നൽകുകയും അതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കെതിരെയും പ്രതി പല അവസരങ്ങളിൽ ഭീഷണി മുഴക്കിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവർ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ശനിയാഴ്ച വൈകിട്ടാണ് പ്രതി ഇവിടെ എത്തിയത് എന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഞായറാഴ്ച ആണ് പ്രതി ഇവിടെ നിന്ന് മടങ്ങി പോകുന്നത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ബലാത്സംഗ വകുപ്പുകളടക്കം പ്രതിക്കെതിരെ ചുമത്തിയെന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്നത്. അതിക്രൂരമായ ആക്രമണമാണ് പെൺകുട്ടിക്ക് എതിരെ ഉണ്ടായിട്ടുള്ളത്. കഴുത്തിൽ കയർ കുരുക്കുകയും വലിയ രീതിയിൽ സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം വലിയ മുറിവുകൾ ഉണ്ടാകുന്ന രീതിയിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ കുട്ടിയെ ഇവിടെ നിന്നും കണ്ടെടുക്കുന്നതിന് ഒരു ബന്ധുവാണ് ഈ വീട്ടിൽ എത്തുകയും കുട്ടി ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അതിന് ഒരുപാട് വൈകുന്നു, കാലതാമസമുണ്ടായി. വലിയ രീതിയിലുള്ള രക്തം വാർന്നു പോവുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കുട്ടിയുടെ ആരോഗ്യനിലയെ കുറെ കൂടി ഗുരുതരമാക്കിയിട്ടുണ്ട്. എന്തായാലും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണ്.